എത്ര കാലമായി ഞാൻ പാടി. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. അജ്മീയുടെ പുട്ടുണ്ടേ വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. അതെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരും. ഈ മധുസാർ ഒരു മരച്ചോട്ടിലിരുന്നിട്ട് കുട്ടികൾക്ക് പാടി കൊടുക്കുന്ന ഒരു പാടില്ലേ? ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരു നാട്ടിടയൻ തപസ്സിരുന്നു. പിന്നിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോ ഒരു ചന്ദനത്തിൻ മണി വീണ അത് ഭഗവാൻ വലിയ ചതിയാണ് ചെയ്തത്. ഇത് അവസാനം വീണയെ വായിച്ച് എല്ലാ സംഗതിയും ഇയാൾ കൃഷിയും മറന്നു, ഭൂമിയൊക്കെ വറ്റി വരണ്ടു. അവസാനമാണ് മനസ്സിലായത്. വീണ്ടും തൻ കലപ്പയേന്തി വീണ്ടും. മധുസാറിന് എത്ര നല്ല പാട്ടുകൾ, മധുസാറിന് നല്ല പാട്ടുകൾ, നല്ല സിനിമ, നല്ല നായികമാരെല്ലാം കിട്ടിയിട്ടുള്ള ആളാണ്. ഏറ്റവും പ്രിയങ്കര നായകൻ. ഒരു കിനാവിൻ ചിറകിലേ എഴുതിയ പിടികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ എഴുതിയ പിടികളെ. ചെമ്മീൻ മുഴുവൻ. അങ്ങനെ ചെമ്മീനിലെ കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 14 രാവിലെ പാലാടി തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. ശരിക്കും പാട്ട് പെണ്ണുങ്ങൾ പാടേണ്ട പാട്ടാണ്. മാണിക്കക്കല്ല് തരാമോ, ഓമൽപ്പൂ താലി തരാമോ, പോയി വരുമ്പോൾ എന്തുകൊണ്ട് നാണത്തിൽ മുത്തു തരാമോ എന്നൊക്കെയാണ് എന്റെ ലൈൻസ്. പക്ഷെ യേശുദാസാണ് പാടുന്നത്. അത് നമുക്കൊക്കെ അറിയാം. ലതാ മങ്കേഷ്കറിനെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടി ദാസേട്ടൻ അന്ന് ട്രാക്ക് പാടിയ പാട്ടാണ്. ലതാ മങ്കേഷ്കറിനെ കൊണ്ട് പാടിപ്പിക്കാൻ സാധിച്ചില്ല. പണം റിലീസാകും എന്റെ അത്യാവശ്യം കൊണ്ട് അവർ ദാസേട്ടന്റെ പാട് മധുസാറിന് വെച്ച് ഷൂട്ട് ചെയ്തു. അല്ലെങ്കിൽ ശ്രീരാമ പാടിന്റെ പാട്ട് അങ്ങനെ അങ്ങോട്ട് പാടിയെടുത്തു. പക്ഷെ പാട്ട് അങ്ങനെ ആയിപ്പോയി. ട്രാക്കാണ്, മെയിൽ വോയിസ് ആണ്, പക്ഷെ ഫീമെയിൽ ഇമാജിനേഷൻ ആണ്. പക്ഷെ ബോളിവുഡിൽ നിന്ന് ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നു സലിത. നിലാവിന്റെ നാട്ടിൽ നിശാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടിൽ ഒരു ബംഗാളി മ്യൂസിക് ഡയറക്ടറാണ്. അതെ, ഈ പാട്ടൊക്കെ ബംഗാളിയിലുണ്ട്. ഈ ട്യൂണില് ഇതേ പാട്ട് ബംഗാളിയിൽ പഠിക്കുന്ന യേശുദാസാണ്. അതാണ് ഏറ്റവും വലിയ ദേശീയോദ്ഗ്രഥനം ചെയ്ത ആളാ. ബംഗാളിയിൽ കൊണ്ടുപോയി യേശുദാസിനെ കൊണ്ട് പഠിച്ചിട്ട് മലയാളെ കൊണ്ടുവന്ന് മലയാളം. ഞാനേ ഇന്ന് പുതിയൊരു റോളിലാ, മൈജി ബ്രാൻഡ് അഡ്വൈസർ. എന്തിനാ AC നോക്കി വേർക്കുന്നത്? ചില്ലാകൂ. നിങ്ങളുടെ റൂമിന്റെ വീതിക്കും നീളത്തിനും പറ്റുന്ന AC സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങണം. അപ്പോൾ വൈദ്യുതി ഉപയോഗം വളരെ കുറയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസ്സമാധാനം അത് ഉറപ്പ്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. സലിൽ ചൗധരിയുടെ അസോസിയേറ്റ് ആയിരുന്നു ശ്യാം.
അങ്ങനെയാണ് ശ്യാമിന് ഷീലാമ്മയാണ് മധുസാറിനെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ സജിത് ചൗധരിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ മധുസാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നിട്ടാണ് മാനേശ്വരി വിശ്വാമിത്രനിൽ ശ്യാമിനെ കൊണ്ടുവരുന്നത് ആദ്യം. എൽദാമയല്ലേ? അല്ല, മാനേശ്വരി വിശ്വാമിത്രനിലാണ് ഫസ്റ്റ് കനവു നെയ്തൊരു കൽപ്പിത കഥയിലെ ഇടയ പെൺകൊടി അവളുടെ കുടിലിൽ വിരുന്നിനെത്തിയ നവരത്ന വ്യാപാരി ഭവാൻ നവരത്ന വ്യാപാരി രത്നങ്ങളല്ലൻ മാറാപ്പിൽ സ്വപ്നങ്ങൾ വർണ്ണ സ്വപ്നങ്ങൾ വനഗായിക നിന്നെ കടുത്തിലണിയാൻ വസന്തമാലിന്യങ്ങൾ നവ വസന്തമാലിന്യങ്ങൾ. രത്നവ്യാപാരി വരുന്ന വേറൊരു പാട്ടിലാണ്. ഓ, രത്നവ്യാപാരി വരുന്ന വേറൊരു ആ ഉണ്ട്. ഒരു മോതിരത്തിന് കല്ല് തരൂ, അതാണ്. അത് ദുർഗല പാട്ടാ. അയ്യോ, അതിന്റെ തുടക്കം അങ്ങനെ ഒരു മോതിരത്തിന് കല്ല് തരൂ, ഇറങ്ങിയ സ്വപ്ന വ്യാപാരി. ഒന്ന് പാടി നമുക്ക്, വെറുതെ പറഞ്ഞേ. ഇറങ്ങി വന്ന സ്വപ്ന വ്യാപാരി ഒരു മോതിര കല്ല് ഒരു അങ്ങനെ അതല്ല ഞാൻ പറയുന്ന പാട്ടതല്ല. ഇത് നസീറും ഷീലേക്ക് കടപ്പുറത്തൂടാണെന്ന് പാടുന്ന പാട്ട്. ലക്ഷപ്രഭുവിൽ ഒരു പാട്ടുണ്ട്. ലക്ഷപ്രഭു ലക്ഷപ്രഭു കരയും കരയും ഒരു പാട്ടുണ്ട്. അതല്ല, ലക്ഷപ്രഭുവില് കരയും കടൽത്തിരയും ഉണ്ട്. അതുപോലെ തന്നെ അല്ലെ ഭാഗ്യമുദ്രയില്. ഭാഗ്യമതിലെ പാട്ട് ഇതാണ്. അനുരാഗ യമുന തീരത്തു മധുര പ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മനുവേണു ഗായകനെ കണ്ടുമുട്ടി. അനുരാഗ യമുനതൻ തീരത്തു വെച്ചൊരു അജപാല ബാലികയെ കണ്ടുമുട്ടി. ഒരു അജപാല ബാലികയെ കണ്ടുമുട്ടി. ഇതിന്റെ സംഗീതം അവിടെയാണ് വരുന്നത്. ഇതിന്റെ സംഗീതം ഗാനം കഴിഞ്ഞപ്പോൾ സമ്മാനം വാങ്ങുവാൻ ഗായകൻ കൈകൾ നീട്ടി മുത്തു കൊടുത്തിട്ടും സ്വർണം കൊടുത്തിട്ടും മറ്റെന്തോ കിട്ടുവാൻ കാത്തു നിന്നു. അവർ മറ്റെന്തോ കിട്ടുവാൻ കാത്തു നിന്നു. അല്ല, നമുക്ക് പറഞ്ഞ പാട്ട് രത്നവ്യാപാരി അത് ദുർഗൽ. അല്ല, നമുക്ക് പറയുന്ന വേറൊരു പാട്ട് എനിക്കത് കിട്ടണില്ല. നമുക്ക് എം.ബി. ശ്രീനിവാസൻ മലയാളത്തിൽ ആദ്യമായിട്ട് ട്യൂൺ ചെയ്യുന്ന പാട്ട് നമുക്കൊക്കെ അറിയായിരിക്കും. കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ഹിന്ദിയുടെ തരാം. ഉദയഭാനു പീലിയില്ല തുമ്പിന്ന് വരും. ഓ, താമരത്തുമ്പിന്ന് വരും. താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ താളം പിടിക്കാം ഞാൻ കരൽ തമ്പുരു മീട്ടാക്കാൻ വാ താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ. പുതിയ ആകാശം പുതിയ ഭൂമി. നമുക്ക് പുതിയ ആകാശം പുതിയ ഭൂമി. എൻ പ്രാണനായകൻ എന്ത് വിളിക്കുമല്ലോ, മറ്റേതല്ലേ അതുകൊണ്ടുണ്ട്. മറ്റേ അവിടുന്നെൻ ഗാനം കേൾക്കാൻ അത് വേറെ. കവിളത്തെ കണ്ണീർ കണ്ടു അന്വേഷിച്ചു കണ്ടെത്തി. അന്വേഷിച്ചു കണ്ടെത്തില്ലേ? അതുപോലെ അതല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂല. സത്യനിങ്ങനെ വന്ന് പോകും. ഒരു കല്യാണം നടക്കൂലേ കെ ആർ വിജയുടെ? അതാണ് മറ്റേ ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരി. ഇരുട്ടിന്റെ ആത്മാവ് എന്തൊരു കവിതയാണ്. ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കവിളിണകളിൽ വെച്ച് കണ്ടുമുട്ടി. അവർ കണ്ടുമുട്ടി
കണ്ടുവന്ന സ്വപ്നങ്ങൾ കഥ ചൊല്ലി അടുക്കുവാൻ അവർക്കെന്നും കഴിഞ്ഞില്ല. അകലത്താണ് ഇരുപേര്. കവിളിലേക്ക് ഒഴുകുമ്പോൾ ഒരുമിക്കാം എന്നോർത്ത് കരളിൽ പ്രതീക്ഷയുമായി യാത്ര തുടർന്നു. അതിന്റെ ക്ലൈമാക്സ് ശ്വാസത്തിൽ തെറിച്ചു വന്ന ഒരു നിശ്വാസത്തിൽ. എന്തൊരു ഇമേജറിയാണ്. ഭാസ്കര മാസ്റ്റർ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടല്ലോ. ഭാസ്കര മാസ്റ്റർ എല്ലാം എഴുതി വെച്ചേക്കുന്നു. പ്രേമത്തിന്റെ കാര്യത്തില് ഒരു ഭാസ്കര മാഷിനെ പോലെ തന്നെ വയലാറിന്റെയും പ്രത്യേക പ്രേമം. എല്ലാവരും പ്രേമം ഉണ്ടാക്കുക ശരിയാണ്. പക്ഷെ ഭാസ്കര മാസ്റ്റർ അതെ വേറെ പോയറ്റിക് വേറെ നാടൻ പ്രേമത്തിന് കുറച്ചുകൂടെ നല്ലത് തമ്പി സാറാണ്. തമ്പി സാറും കറക്റ്റ് ആണ്. സുന്ദര വാസന്ത മന്ദസമീരന നിൻജാലകങ്ങളെ അതിലും വലിയ ഒരു ഭാവന ഒരു കാമുകനെ എങ്ങനെയാണ്. അമ്മേ നല്ല വിശപ്പുണ്ട്. എന്താ കഴിക്കാനുള്ള? ചിക്കൻ കറിയുണ്ട്. ആഹാ, ചിക്കൻ കറിയാ? ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ. അമ്മ എവിടെ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്? നീയല്ലേ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞേ? അവൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയാ. ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അജ്മി ചിക്കൻ മസാല വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. തമ്പി സാറിന്റെ അസാധ്യ ഭാവന വേറെ നിൻമണിയറയിലെ നിർമ്മല ശൈലിയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്റെ മലർവല്ലി എന്നുമൻ പിരിമാറി നിൻമണിയറയിലെ നിർമ്മല ശൈലിയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദ്രന മണമൂറും നിന്റെ മലർവല്ലി എന്നുമേ വിരിമാറി പടരുമല്ലോ. അതെ, അടിപൊളിയാണോ? പൊരിച്ച് പിടിക്കുന്ന ഒരു കാര്യം പറയാം. അതായത് ഇപ്പൊ ഫുൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിൽക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ശാന്തമി രാത്രിയിൽ മൂഡ് മാറ്റി രാത്രിയാണ് അതിനൊരു എറടിയാണോ? ഏതാ ശാന്തമി രാത്രിയിലാണോ നമുക്ക് ഇരിക്കുന്നത് പാവരേട്ടാ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ പറഞ്ഞത് തീരുമ്പം ഒരു കളർ ജോണി വാക്കറിന്റെ കുറവുകളുണ്ട് ഈ സദസ്സിൽ. അല്ല ശാന്തമി രാത്രിയിൽ കുറച്ചൊക്കെ അറിയോ? 1 2 3 4 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ബാബുരാജിന്റെ ഒരു ആഗ്രഹമുണ്ട്. ഇത് 14 രാവതിച്ചത് സിദ്ധിക്ക് പാടി അവസാനിപ്പിക്കണം. വെള്ളിച്ചിലങ്ക വേണം. വെള്ളിച്ചിലങ്ക വേണം. വെള്ളിച്ചിലങ്ക അല്ല വെള്ളിച്ചിലങ്ക പഴയതുമേ കാക്കത്തോളായും പാട്ടുണ്ട്. അതെ, അത് നമ്മൾ എത്ര ദിവസം ഒരു നന്ദി. വെള്ളിച്ചിലങ്ക ആവുമ്പോ ദക്ഷിണാമൂർത്തി സ്വാമിയല്ലേ? വെള്ളിച്ചിലങ്ക അല്ലല്ല കാട്ടുതുളസി. ഇണപ്രാവുകളാണ് ദക്ഷിണാമൂർത്തി എന്തിനാണ് വഴങ്ങി മറ്റേ ഹൃദയസരത്തിൽ പാടി നീക്കാൻ പറഞ്ഞു. അയ്യോ അതൊക്കെ നമ്മൾ തൊടാൻ പറ്റില്ല. ഇത് വെള്ളിച്ചിലങ്ക വേണം. ബാബുക്കല്ലേ തന്നെ അവസാനിപ്പിക്കാം. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ് വള്ളുവനാടൻ പെണ്ണ് എന്റെ വള്ളിക്കൊടിലിനുള്ളിൽ ഇന്നലെ വിരുന്നു വന്നു വെറുതെ വിരുന്നു വന്നു. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ് വള്ളുവനാടൻ പെണ്ണ് എന്നെ വള്ളിക്കൊടിലിനുള്ളിൽ ഇന്നലെ വിരുന്നു വന്നു വെറുതെ വിരുന്നു വന്നു. കാതിലോല
താങ്ക് യു. ഈ പ്രാവശ്യം അവർക്ക് കറണ്ട് ബില്ലില്ല. വെറുതെ അല്ല ഒരു പുതിയ ഇലക്ട്രിക് കാർ വാങ്ങിയത്. കറണ്ട് ബില്ലിന്റെ കാശുണ്ട് അവർ കാറിന്റെ ലോൺ അടയ്ക്കുന്നത് അറിയോ? കീഴ്ത്തോ ഞങ്ങൾ പുതിയ ഇലക്ട്രിക് കാറുമായിട്ടേ 5 സ്റ്റാർ ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ പോവാണേ. ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലാറിന്റെ സോളാർ. എന്നിട്ട് വേണം എനിക്ക് ഒരു കാറ് വാങ്ങാൻ. Soul Stellar Private Limited. എത്ര കാലമായി ഞാൻ പാടി. അല്ല ഇതിനിപ്പോ മനസ്സിലായല്ല ശബ്ദം തന്നെ വരുന്നില്ല പാടല്ല. അതല്ല ഇതിനെ കുറിച്ച് അല്ല ഇതില് നമുക്ക് ആർക്കും ഞാൻ പറഞ്ഞുതരാം. ഈ അനശ്വര ഗാനങ്ങൾ പാടി വെച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 10% പോലും എത്തിയിട്ടില്ല. ഞാനൊരു വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ പാട്ടിനെ പറ്റിയൊക്കെ ചിലരോട് ചോദിച്ചാലും ഗൂഗിള് തപ്പിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നിങ്ങൾക്ക് ആ പ്രദേശമില്ല, നിങ്ങളങ്ങ് പറയുക മറ്റേത് മറിച്ചത് ആ പട ഈ പട അത് അയാളെന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതൊരു ഒരു എഴുത്തുകാരന്റെ പാട്ട് മാത്രം പറഞ്ഞാൽ ആശ്രം മാഷിന്റെ കിഴക്കുദിക്കിലെ ചെന്തൊങ്ങിൽ പൊന്മേൻ മണിക്കച്ച ശ്രീകുമാരൻ തമ്പി. പൊന്മേൻ മണിക്കച്ച ശ്രീകുമാരൻ. ആ ശരി, അത് പിന്നെ മണിക്കച്ച അപ്പൊ ഇത് നമുക്ക് എന്താ അതെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരും. പക്ഷേ ഇത് ബാബുരാജിന്റെ ആശയമായിരുന്നു. ബാബുരാജിന്റെയും സിദ്ദിഖയുടെയും അതായത് ഇത്ര അമ്മയുടെ ഷോടെ എഴുത്ത് റിഹേഴ്സല് നമ്മുടെ അവതരണം ആങ്കറിങ് സ്കിറ്റ് ഉണ്ടാക്കല് ഇതെല്ലാം ഉണ്ടല്ലോ. കഴിഞ്ഞ ഒരു മണിക്കൂർ അമ്മയിലെ മെമ്പർ ആയതിനു ശേഷമുള്ള ഏറ്റവും ഗംഭീര ഒരു മണിക്കൂറാണ്. ഓർക്കസ്ട്രയ്ക്ക് പ്രത്യേകം ഒരു റിഹേഴ്സലും എടുത്തിട്ടില്ല. ഷൂട്ടിംഗ് ഒക്കെ സംഘടിപ്പിക്കാവുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു ബഷാരടി. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പാട്ടിനെ പറ്റി സംസാരിക്കുകയും പാട്ടിന്റെ ഡിസ്കഷനും പാട്ടും സിനിമയുടെ ഡിസ്കഷൻ തന്നെയായിരുന്നു സെറ്റുകളിലൊക്കെ. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം വരും. നമ്മളൊക്കെ കൂടി ഇതൊക്കെ തന്നെ പറയുന്നുള്ളൂ. ശരിക്കും സെറ്റുകളിലും അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു മെഹഫിൽ കാരവൻ റെഡിയാക്കണം. ലിറിക്സിന്റെ കാര്യത്തിൽ ലോജിക്കിന്റെ പ്രശ്നം മമ്മൂക്ക ഉന്നയിച്ചിട്ടുണ്ട് ഒരിക്കൽ. നിദ്രതൻ നീരാടി അതങ്ങനെ പറയാൻ പറ്റില്ല. ഇത് മമ്മൂക്ക ഇന്നലെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് കൂടി ഇരുന്നിട്ടൊരു പാട്ട് പോലെ പാടുക. അപ്പോൾ ബാബു ഹാർമോണിയം വേണം വെക്കാം. ഞാൻ പറഞ്ഞു ഒരു ഹാർമോണിയം സാർ റെഡി എന്ന് പറഞ്ഞതാ ഫുൾ സെറ്റപ്പ്. കുട്ടൻ ചേട്ടൻ ഞാനൊക്കെ എത്ര സ്റ്റേജ് കളിച്ചിട്ടുണ്ടെന്നുള്ളൊരു കഴിയും കണക്കില്ല. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. സെൽവൻ കുട്ടൻ കീബോർഡ്, സുധീഷ് ഗിറ്റാർ. ഇവരൊക്കെ വലിയ അറിയപ്പെടുന്ന കലാകാരന്മാർ തന്നെയാണ്. നമ്മുടെ കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ വരണമെന്ന് മാത്രം. കുട്ടൻചേട്ടൻ ഒരു 35 വർഷം കഴിഞ്ഞോ? അത്രയായിട്ട് പരിപാടിയിൽ ഹരിശ്രീ തുടങ്ങിയ സമയം തൊട്ടുള്ള ആളെ കുട്ടൻചേട്ടനൊക്കെ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാനേ ഇന്ന് പുതിയൊരു റോളിലാ, മൈജി ബ്രാൻഡ് അഡ്വൈസർ. എന്തിനാ AC നോക്കി വേർക്കുന്നത്? ചില്ലാകൂ. നിങ്ങളുടെ റൂമിന്റെ വീതിക്കും നീളത്തിനും പറ്റുന്ന AC സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങണം. അപ്പോൾ വൈദ്യുതി ഉപയോഗം വളരെ കുറയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസ്സമാധാനം അത് ഉറപ്പ്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. അമ്മേ, നല്ല വിശപ്പുണ്ട്. എന്താ കഴിക്കാനുള്ള? ചിക്കൻ കറിയുണ്ട്. ആഹാ, ചിക്കൻ കറിയാ? ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ.
അമ്മ എവിടെ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്? നീയല്ലേ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞേ? അവൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയാ ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അജ്മി ചിക്കൻ മസാല. വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. ഇത്തവണ പണി കിട്ടും. ഈ പ്രാവശ്യം അവർക്ക് കറണ്ട് ബില്ലില്ല. വെറുതെ അല്ല ഒരു പുതിയ ഇലക്ട്രിക് കാർ വാങ്ങിയത്. കറണ്ട് ബില്ലിന്റെ കാശുണ്ടോ അവർ കാറിന്റെ ലോൺ അടയ്ക്കുന്നത് അറിയോ? കേട്ടോ ഞങ്ങള് പുതിയ ഇലക്ട്രിക് കാറുമായിട്ടേ 5 സ്റ്റാർ ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ പോവാണേ. ചുറ്റൊന്ന് ശ്രദ്ധിച്ചോണേ. ഏയ് അതിന്റെ ആവശ്യം വരൂല. 24 hours ഫ്രീ സെക്യൂരിറ്റി അല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലാറിന്റെ സോളാർ. എന്നിട്ട് വേണം എനിക്ക് ഒരു കാർ വാങ്ങാൻ. Soul Stellar Private Limited, the complete solar solution in Kerala.